മറുനാടൻ മലയാളി എഡിറ്റർ ഷാജിൻ സ്കറിയയ്ക്ക് നേരെ നടന്ന ആക്രമണം കേവലം ഒരു വ്യക്തിക്ക് നേരെ നടന്ന കയ്യേറ്റമല്ല, മറിച്ച് കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മാധ്യമ പ്രവർത്തനങ്ങൾക്കും നേരെ നടന്ന അതിക്രമമാണ്. LDF പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായിരിക്കുന്നു. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കാറിൽ മടങ്ങുകയായിരുന്ന ഷാജിൻ സ്കറിയയെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. ഒരു സംഘം ആളുകൾ അദ്ദേഹത്തിന്റെ കാറിൽ ഇടിപ്പിച്ച് വഴിയിൽ തടഞ്ഞു നിർത്തി വാഹനത്തിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിച്ചു. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല, കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ അക്രമം നടന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരം ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് സ്ഥാനമില്ല. ജനാധിപത്യത്തിൽ വിയോജിപ്പുകൾ നേരിടേണ്ടത് സംവാദത്തിലൂടെയാണ്, അല്ലാതെ അക്രമത്തിലൂടെയല്ല. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ വിയോജിപ്പുകൾ ഉന്നയിക്കുന്നവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തുക, കായികമായി നേരിടുക എന്നിവയൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശൈലിയായി മാറിയിരിക്കുന്നു. ഇവിടെ ചോദ്യം LDF നേതൃത്വത്തോടാണ്. എന്തിനാണ് ഈ ഭയം? ഒരു മാധ്യമ പ്രവർത്തകർ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ഭയപ്പെടുന്നത് എന്തിനാണ്? പൊതുജനങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമായി അവതരിപ്പിക്കാൻ കഴിയില്ല എന്നതിന്റെ സൂചനയാണോ ഇത്തരം ഗുണ്ടാ പ്രവർത്തനങ്ങൾ? ഈ ആക്രമണം നടന്നത് രാത്രിയിലാണ്. അക്രമി സംഘം സഞ്ചരിച്ച വാഹനം ഒരു ഥാർ ജീപ്പാണ്. ഇടുക്കിയിലെ ഒരു മുതിർന്ന CPM നേതാവിന്റെ സംരക്ഷണയിലാണ് പ്രതികൾ ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. AKG സെന്ററിൽ നിന്നും നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ ഇവർ പോലീസിന് മുന്നിൽ ഹാജരാവുകയുള്ളൂ എന്നും വാർത്തകൾ വരുന്നുണ്ട്. ഇത് പോലീസിന്റെ പ്രവർത്തനങ്ങളെ വരെ സ്വാധീനിക്കാൻ CPM-ന് കഴിയുന്നു എന്നതിന്റെ തെളിവാണ്. ഒരു ഭാഗത്ത് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുന്നു, മറുവശത്ത് രാഷ്ട്രീയ സമ്മർദ്ദം കാരണം അന്വേഷണം വഴിമുട്ടുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്താൽ ഗൂഢാലോചന പുറത്തു വരുമോ എന്ന ആശങ്ക CPM നേതൃത്വത്തിനുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ്. ഒരു മാധ്യമ പ്രവർത്തകനെതിരായ ആക്രമണത്തിൽ ഒരു ഭരണകക്ഷിക്ക് പങ്കുണ്ടെന്ന് സംശയിക്കത്തക്ക സാഹചര്യം ഉണ്ടാകുന്നത് കേരളത്തിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ ദോഷകരമാണ്. റിപ്പോർട്ടർ TV ഓഫീസിന് നേരെ കരിയോയിൽ ഒഴിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അതിവേഗ നീക്കങ്ങൾ നടത്തിയപ്പോൾ ഷാജിൻ സ്കറിയയെ ആക്രമിച്ചവർക്ക് നേരെ സമാനമായ നടപടികൾ ഉണ്ടാകുമോ എന്നത് കണ്ടു തന്നെ അറിയണം. അല്ലാത്ത പക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും ഈ വിഷയത്തിൽ പങ്കുണ്ടെന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. മാധ്യമ പ്രവർത്തനം എന്നത് ഒരു തൊഴിൽ മാത്രമല്ല, അത് ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിന്റെയും സമൂഹത്തിന്റെയും കടമയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ ഇഷ്ടക്കേടുകൾ മാറ്റാൻ മാധ്യമങ്ങളെ ആക്രമിക്കുക എന്നത് ഒരുതരം കൊള്ളരുതായ്മയാണ്. ഇത്തരം ഗുണ്ടാ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ ഒരുതരം ഭയം സൃഷ്ടിക്കാൻ കാരണമാകും. ഒരു മാധ്യമ പ്രവർത്തകന് നേരെ നടന്ന ഈ ആക്രമണത്തെ ചെറുക്കേണ്ടത് കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ഇത്തരം ആക്രമണങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ നാളെ ആർക്കും ഇതേ അവസ്ഥയുണ്ടാകും. ജനാധിപത്യത്തിന്റെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ എതിർക്കണം. അഭിപ്രായങ്ങളെ അഭിപ്രായങ്ങൾ കൊണ്ട് നേരിടാൻ പഠിക്കുക. ഒരു മാധ്യമ പ്രവർത്തകനെ ആക്രമിക്കുന്നത് കേരളത്തിന്റെ പുരോഗമനപരമായ ചിന്താഗതിക്ക് തന്നെ വിരുദ്ധമാണ്. ഇത് ശക്തമായി അപലപിക്കേണ്ടതാണ്. നന്ദി.